ഹലോ, ലെറ്റൂസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഇൻസ്റ്റന്റ് ഈസി പാലപ്പം മിക്സ് വെച്ചിട്ട് നമുക്കൊരു പാലപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. അറിയുന്നവരുണ്ടാവും, അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. എങ്ങനെയാ മിക്സ് ചെയ്യേണ്ടത് എനിക്ക് അറിയാത്തവരുണ്ടാവും. അപ്പൊ അവരെ കൊണ്ടിട്ടാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഞാനിവിടെ L8 ആണ് വാങ്ങിയിരിക്കുന്നത്. നമുക്ക് ആദ്യം ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, ഇവര് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. മെത്തേഡ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഇത് പൊട്ടിച്ചിട്ടിട്ട് അതിലേക്ക് 4 സ്പൂൺ ഷുഗറും 1/2 സ്പൂൺ സാൾട്ടും പിന്നെ ഇളം ചൂടുവെള്ളം ഒരു ഇതിൽ പറയുന്നത് 5 മുതൽ 6 ഗ്ലാസ് വരെയാണ് പറയുന്നത്. ഏകദേശം 1 ലിറ്റർ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. എന്നിട്ട് 1-1.5 മണിക്കൂർ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നാണ് ഇതിൽ പറയുന്നിട്ടുള്ളത് കേട്ടോ. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കിയാലോ. അപ്പൊ ഞാനിവിടെ ഒരു 6 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് ചൂടാക്കാൻ വെക്കാം. തിളക്കിയൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പൊ നമ്മുടെ വെള്ളം ഇവിടെ ചൂടായിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ചൂട് മതി കേട്ടോ. കണ്ടോ, ഇളം ചൂടുവെള്ളം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഈ പാലപ്പത്തിന്റെ ഈ പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു 4 ടേബിൾ സ്പൂൺ ഷുഗറാണ്. നമുക്കിവിടെ ഒരു 3 സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. 4 സ്പൂൺ വേണമെങ്കിൽ 4 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഒരുപാട് ഷുഗർ ഇടണ്ടാന്ന് വെച്ചിട്ട് ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഷുഗർ ഇടാൻ പറയുന്നത്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിതിൽ മുഴുവൻ പൊടി ഇട്ടിട്ടില്ല കേട്ടോ, അത് ഒന്നിച്ച് ഇതാകണ്ടെന്ന് വെച്ചിട്ട് കുറേശ്ശെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് ഒറ്റയടിക്ക് നമ്മൾ അരക്കരുത്. നമ്മൾ അറിയാലോ മിക്സിയുടെ ജാറിൽ അത് അങ്ങനെ കട്ടയായിട്ട് നിൽക്കും. അപ്പൊ വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കി ഇങ്ങനെ കൊടുക്കണം. ഈ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടാൻ പോലെ. ഇത് ഈ 1/2 കിലോന്റെ പാക്കറ്റ് ഒന്നിച്ചിട്ടാൽ ചിലപ്പോൾ ഇതൊന്ന് നിറഞ്ഞു പോകും. അപ്പൊ ഞാനിത് കുറച്ചിട്ടുള്ളൂ. നമുക്കിത് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഫൈനാക്കി മിക്സ് ചെയ്യൊന്നും വേണ്ട. നമ്മൾ ഈ മിക്സിയുടെ ജാറിൽ ഇതിങ്ങനെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഒരുപാട് അരയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് നമുക്കിതൊന്ന് മാവ് മിക്സ് ആയിട്ടുള്ള രീതിയിൽ ഒന്ന് അരച്ചെടുക്കാം. അതാ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, കട്ടകളൊന്നും ഇല്ലാതെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇപ്പം അരച്ചത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള പൊടിയും കൂടി ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇടുമ്പോൾ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഉപ്പൊന്നും ഇടണ്ട കേട്ടോ. നമ്മൾ ആകെ 4 ടേബിൾ സ്പൂൺ ആവശ്യമുള്ളൂ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ നമുക്കിത് കഴിഞ്ഞിട്ട് മിക്സ് ആക്കിയിട്ട് പോരെങ്കിൽ അപ്പം ഇട്ട് കൊടുക്കാം. ഈ ബാക്കിയുള്ള വെള്ളം കൂടി പാകം പോലെ ചേർത്തിട്ട് നമുക്ക് ഈ ബാക്കിയുള്ള പൊടി കൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പൊ ഞാൻ മുഴുവൻ മാവും ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പൊ അതൊക്കെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വേണ്ട, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഈ 6 ഗ്ലാസ് വെള്ളം എടുത്തതിൽ 5 ഗ്ലാസ് ആണ് ഇപ്പൊ ഇതിൽ ചേർത്തിട്ടുള്ളത് കേട്ടോ. ഒരു ഗ്ലാസ് ബാക്കി വന്നിട്ടുണ്ട്. നമുക്കിത് ഉണ്ടാക്കുമ്പോൾ നോക്കിയിട്ട് വെള്ളം കുറച്ച് പോരാന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് കുറച്ച് പച്ചവെള്ളം മിക്സ് ചെയ്താലും കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അത് അടച്ചു വെച്ചിട്ട് ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴാണ് ഇതൊന്ന് പൊന്തി വരിക. അപ്പൊ നമ്മൾ ഇന്ന് തന്നെ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ ഇത് അരച്ചിട്ട് 1.5 മണിക്കൂറിന് ശേഷം എടുത്ത് നോക്കി അത് പൊന്തി വന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഉണ്ടാക്കാം. അതല്ല നാളെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് പൊന്തി വന്ന ശേഷം എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നാളെ എടുത്ത് ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോ ഇത് രാവിലേക്ക് ഉണ്ടാക്കാറുണ്ട്. ഇതിപ്പോ ഇന്ന് വൈകുന്നേരം ഉണ്ടാക്കാനാണ് കുറച്ച്. അപ്പൊ ഇനി 1.5 മണിക്കൂറിന് ശേഷം ഞാനിത് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് അരി അരച്ചിട്ടൊന്നും ഉണ്ടാക്കുമ്പോൾ വെള്ളപ്പൊന്നും ശരിക്കും കിട്ടുന്നുണ്ടായിരുന്നില്ല. അതിന്റെ ആ സോഫ്റ്റിലൊന്നും ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അരി അരക്കണേന്റെ മിസ്റ്റേക്ക് ആണോ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് നോക്കിയിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ പൊടി കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് കേട്ടോ എനിക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളപ്പം കിട്ടാൻ തുടങ്ങിയത്. പിന്നെ നമുക്ക് 1.5 മണിക്കൂറിന് ശേഷം നോക്കാം. ഞാൻ ഇതൊന്ന് അടച്ചു വെക്കട്ടെ. ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ മാവൊക്കെ പൊന്തി വന്നിട്ടുണ്ട്.
നമ്മൾ ഇഡ്ഡലിയുടെ മാവിനെയൊക്കെ പോലെ ഒരുപാട് ഇങ്ങോട്ട് പൊന്തി പോവൊന്നുമില്ല. എന്നാൽ അത് പൊന്തി വന്നിട്ടുണ്ട്. അതിൽ നോക്കിയാൽ മനസ്സിലാവും. അതിൽ ചെറിയ ചെറിയ സുഷിരങ്ങളൊക്കെ കാണാൻ പറ്റും. നമുക്കിനി ഇത് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളയപ്പത്തിൻ്റെ ചട്ടിയിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചുറ്റിച്ച് കൊടുത്ത ശേഷം ഇതിൽ ചെറിയ ചെറിയ ഇങ്ങനെ സുഷിരങ്ങൾ വന്നു കഴിയുമ്പോഴാണ് നമ്മളിത് അടച്ച് വെക്കേണ്ടത് കേട്ടോ. അതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാനിത് രാത്രി ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് കുറച്ച് ക്ലിയർ കുറവ്. അപ്പോൾ നമ്മുടെ വെള്ളയപ്പമൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പമാണ്. അതിൻ്റെ കളറൊക്കെ കണ്ടോ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് മുട്ടക്കറിയുടെ കൂടെയോ കടലക്കറിയുടെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അരിയൊക്കെ പെട്ടെന്ന് അരയ്ക്കാൻ മറന്നാലും ഇനി അരി അരച്ച് ചിലപ്പോൾ കിട്ടാതെയൊക്കെ വന്നു കഴിഞ്ഞാലൊന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെള്ളയപ്പമാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. കണ്ടോ അതിൻ്റെ കളറും ഒക്കെ നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം. എല്ലാവർക്കും താങ്ക്